അപ്പോൾ എന്തുണ്ട് വിശേഷം? ചെറിയൊരു മഴ വൈകുന്നേരങ്ങളിൽ. അപ്പം DFR എന്ന ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പലരും നമ്മളോട് കമൻറ്റ് പോയിട്ടൊക്കെ ചോദിക്കുന്നത്, ചേട്ടാ കുറച്ച് ദിവസമായിട്ടുള്ളൂ DFRയുടെ കളക്ഷൻ കാണുന്നില്ല. അപ്പം പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചിടയിൽ 2 ദിവസമായിട്ട് ഇതിൻ്റെ കളക്ഷൻ വരുന്നില്ല. കാരണം ഏകദേശം 19ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പം കളക്ഷനിൽ നല്ല ഇടിവ് കാണും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം 19 ദിവസം കഴിയുമ്പം 2-3 ദിവസം ഇരിക്കുമ്പോഴാണ് വേൾഡ് വൈഡ് കളക്ഷനൊക്കെ പുറത്തു വരുന്നത്. ഇന്ന് ഏകദേശം വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിട്ടുണ്ട്. ഈ കളക്ഷൻ പ്രകാരം നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം 80 കോടി 30 ലക്ഷം തിങ്കളാഴ്ച വരെ 80 കോടി 30 ലക്ഷത്തിലേക്ക് ഇതിൻ്റെ കളക്ഷൻ എത്തിയിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഇന്നലെ ചൊവ്വാഴ്ച കൊണ്ട് ഏകദേശം 81 കോടിക്കടുത്ത് 81 കോടി തികഞ്ഞു കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നാലേ ചൊവ്വാഴ്ച ദിവസത്തെ കൃത്യമായിട്ട് കണക്ക് വന്നാലേ അറിയുള്ളൂ. കേരളത്തിൽ നിന്ന് ചൊവ്വാഴ്ച ദിവസം 33 ലക്ഷം കളക്ട് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ നമുക്ക് കിട്ടിയ കണക്കും പ്രകാരം 47 കോടി 10 ലക്ഷമാണ് ഇന്ത്യ ഗ്രോഫ് കാണിക്കുന്നത്. ഓവർസീസ് കളക്ഷൻ 33 കോടി 30 ലക്ഷം, 33 കോടി 20 ലക്ഷം, അങ്ങനെ ടോട്ടൽ 80 കോടി 30 ലക്ഷമാണ് തിങ്കളാഴ്ച വരെ മൺഡേ വരെയുള്ള കളക്ഷൻ. അപ്പോൾ ചൊവ്വാഴ്ചത്തെ കളക്ഷൻ ഏകദേശം 60 ലക്ഷത്തിന് മുകളിൽ ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. കേരളത്തിലെ കളക്ഷൻ കൃത്യമായിട്ട് വരുന്നുണ്ട്. 33 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് ചൊവ്വാഴ്ച ദിവസം ഈ ചിത്രം കളക്ട് ചെയ്തത്. അങ്ങനെ 81 കോടിയിലേക്ക് ഈ ചിത്രം എത്തുന്നു എന്നാണ് ചൊവ്വാഴ്ച വരെയുള്ള കളക്ഷൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരും എന്ന് തോന്നുന്നു. അപ്പം സ്റ്റേറ്റ് വൈസായിട്ട് നമ്മൾ നോക്കുമ്പോൾ കർണാടകത്തിൽ നിന്ന് 5 കോടി 22 ലക്ഷം ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്ന് 1 കോടി 5 ലക്ഷം, തമിഴ്നാട്ടിൽ നിന്ന് 3 കോടി 28 ലക്ഷം, കേരളത്തിൽ നിന്ന് 35 കോടി 95 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1 കോടി 60 ലക്ഷം. അങ്ങനെയാണ് ടോട്ടൽ 47 കോടി 10 ലക്ഷം എന്നുള്ള കണക്ക്. അത് തിങ്കളാഴ്ച വരെയുള്ള കണക്കാണ്. അപ്പം ഇതിൻ്റെ നമ്മൾ കണക്കുകൾ തന്നെ എടുക്കുമ്പം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് ഈ ചിത്രം തിങ്കളാഴ്ച വരെ 35 കോടി 95 ലക്ഷം കളക്ട് ചെയ്തെങ്കിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് 11 കോടി 15 ലക്ഷം രൂപ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. ഓവർസീസ് കളക്ഷനായിട്ട് 33 കോടി 20 ലക്ഷവും കാണിക്കുന്നു. അപ്പം എല്ലാ മേഖലയിലും 3 മേഖല തിരിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും മികച്ച പ്രതികരണം നേടാൻ ഈ ചിത്രത്തിൽ സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പല ചിത്രങ്ങളിലെയും കാര്യം നമ്മൾ എടുക്കുമ്പോൾ ഒന്നുകിൽ കേരളത്തിൽ നിന്ന് മികച്ച കളക്ഷൻ ആയിരിക്കും, വിദേശ രാജ്യങ്ങൾ പരാജയപ്പെടുന്നത് കാണാം. ചിലപ്പം വിദേശ രാജ്യങ്ങളിൽ മികച്ച കളക്ഷൻ നേടുന്നത് കേരളത്തിലും ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും പരാജയപ്പെടുന്നത് കാണാം. പക്ഷേ ഇതിനെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും ഒരേ പ്രതികരണം നേടാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ കർണാടകത്തിൽ നിന്ന് 5 കോടി കടന്നു എന്ന്, തമിഴ്നാട്ടിൽ നിന്ന് 3.5 കോടിക്കടുത്ത് വരുന്നു എന്നുള്ളതാണ്. അതുതന്നെ ഈ ചിത്രത്തെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. അപ്പം പ്രണവ് മോഹൻലാൽ, രാഹുൽ സദാശിവൻ ഒന്നിച്ചപ്പം ഒരു മികച്ച ഹൊറർ ചിത്രവും മികച്ച രീതിയിലുള്ള കളക്ഷനും നേടാൻ പറ്റിയിട്ടുണ്ട്. ഒരു വമ്പൻ കളക്ഷനിലേക്ക് ഈ ചിത്രം എത്തിയെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് മുടക്കുമുതലും തിരിച്ചു പിടിച്ചു ലാഭത്തിലെത്താൻ ഈ ചിത്രത്തിന് കഴിഞ്ഞു. അപൂർവ ചിത്രങ്ങൾക്ക് മാത്രമേ അങ്ങനെ കഴിയത്തുള്ളൂ. അത് പ്രണവിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ്. അതുപോലെ പ്രണവിൻ്റെ 2ാമത്തെ ചിത്രമാണ് 80 കോടി പിന്നിടുന്നത്. 4ാമത്തെ ചിത്രം 50 കോടി പിന്നിടുന്നു. ആകെ 5 ചിത്രമേ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൂ. ഇതൊക്കെ പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രത്തിനുള്ള പ്രത്യേകതയാണ്. ഇതെന്തുമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു എന്നറിയണമെങ്കിൽ ഒരു കണക്ക് ഞാൻ പറയാം. നമ്മൾ 2 ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ഖാനിൻ്റെ സൂപ്പർ സ്റ്റാറായ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കാന്ത എന്ന ചിത്രം. കാന്ത എന്ന ചിത്രം കേരളത്തിൽ നിന്ന് ഇന്നലെ കളക്ട് ചെയ്തത് വെറും 36 ലക്ഷം രൂപയാണ്. ആ സ്ഥാനത്ത് 19ാമത്തെ ദിവസം DFR എന്ന ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 33 ലക്ഷം രൂപയാണ്. വെറും 3 ലക്ഷത്തിൻ്റെ. കാരണം തിയേറ്ററുകളുടെ എണ്ണം കൂടുതലാണ്. അതുതന്നെ എടുക്കുമ്പോൾ DFR എന്ന ചിത്രം കേരളത്തിൽ എന്തുമാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തു എന്ന് മനസ്സിലാക്കുക. ഇത് പരം വേറെ ഒരു തെളിവ് തരാനില്ല. അപ്പം വിമർശകരെ നിങ്ങൾ വന്നോളൂ, നിങ്ങൾ പറഞ്ഞോളൂ.
നമ്മൾ അത് പുഞ്ചിരിയോട് നേരിടാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാന്ത എന്ന ചിത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകളും റിപ്പോർട്ടും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ അടുത്ത വീഡിയോയിലെത്താം. അന്നേരം നമുക്ക് വീണ്ടും സംസാരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.